പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പൂഴിക്കുന്നത്ത് ഉപ്പൂറ്റൻ എന്നുള്ള പേരിൽ ഒരു അസാമാന്യ ശരീരവലുപ്പമുള്ള ഒരാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒണ്ണത്തടിയായിരുന്നു ആൾക്ക്. അവിടെ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നും മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ആളുകളോടൊക്കെ ഒരു മോശമായിട്ടുള്ള പെരുമാറ്റമൊക്കെ ആയിരുന്നു ആ ഉപ്പൂറ്റൻ്റേത്. പക്ഷെ അയാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ പണിക്കായിട്ടുണ്ടാവും. പാത്രം കഴുകലും മാനപ്പിണ്ടം വാരലും ചുമടെടുക്കാനും ആ വലിയ ചെമ്പൊക്കെ കഴുകി വയ്ക്കാനൊക്കെ ഉപ്പൂറ്റൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിലുണ്ടാവും. അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കലും. ഇനിയിപ്പോൾ ഭക്ഷണം കുറച്ച് കിട്ടാൻ വൈകിയ അവിടെയുള്ളവരൊക്കെ ചീത്ത വിളിക്കുകയും ചെയ്യും. എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. ഈ ശരീരവലുപ്പം കൊണ്ട് തന്നെ ഒന്നും പറയാനും സാധിച്ചിരുന്നില്ല അയാളോട്. പക്ഷെ ഉപ്പൂറ്റൻ ഇല്ലാണ്ട് അവിടുത്തെ പണികളൊന്നും നടക്കൂല. ഈ വലിയ ചെമ്പൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പോൾ അയാളുടെ സഹായം കൂടിയേ തീരും. അല്ലെങ്കിൽ പിന്നെ കുറേ ആളുകൾ ചേർന്നിട്ട് വേണം ചെമ്പൊക്കെ മാറ്റാൻ. അങ്ങനെ എല്ലാവരും ഉപ്പൂറ്റനെ ഇങ്ങനെ സഹിച്ച് നിൽക്കണ ഒരവസ്ഥയിലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഉപ്പൂറ്റൻ ക്ഷേത്രക്കുളത്തിൽ രുദ്രതീർത്ഥക്കുളത്തിൽ പോയിട്ട് കുളിക്കും. അത് കഴിഞ്ഞ് പിന്നെ നല്ലപോലെ മദ്യപിച്ച് കിടക്കും. ഇതായിരുന്നു അയാളുടെ പണി. തീർത്ഥക്കുളത്തിൽ പോയി കുളിക്കണം എന്ന് എല്ലാവരും കുളിക്കാനാണ് വിചാരിക്കും. പക്ഷെ തീർത്ഥക്കുളത്തിലെ മീനുകളെ ആരും അറിയാണ്ട് പിടിച്ചു കൊണ്ടുപോകാനാണ് അയാൾ അവിടെ നീരാടുന്നത്. അതാർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വർഷത്തെ ഉത്സവം ആരംഭിക്കാറായി. അങ്ങനെ ഓരോ കലശാധികാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നു. ഒരു ദിവസം രാത്രി പൂജ കഴിഞ്ഞിട്ട് വയസ്സായ ആ തന്ത്രി മേൽശാന്തി കടവിൽ കുളിക്കാൻ ഇറങ്ങി. അങ്ങനെ കുളിക്കുമ്പോൾ ആരോ ഒരാൾ ചാടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വേഗം കുളി കഴിഞ്ഞ് നോക്കിയപ്പോൾ കുളക്കടവിൽ ഉപ്പൂറ്റനെ കണ്ടു. പക്ഷെ ഉപ്പൂറ്റൻ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് തന്ത്രി കണ്ടത്. തന്ത്രി അയാളോട് പറഞ്ഞു, ദൈവദോഷം ചെയ്യരുത്, തീർത്ഥക്കുളത്തിലെ മത്സ്യങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്, അവയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഉപ്പൂറ്റൻ അതൊന്നും കേട്ടില്ല. ഉപ്പൂറ്റൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ തന്ത്രിയുടെ പൂണൂലിൽ ഞാൻ മത്സ്യത്തെ കോർത്തിട്ട് മീൻകറി കൂട്ടി കഴിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പാവ വയസ്സായ തിരുമനസ്സിനത് സഹിക്കാനായില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് തന്നോട് ആരും ഇത്ര ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം നാരായണനാമം ചൊല്ലി വണങ്ങിപ്പോയി. രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല. ഇത്രയും ദുഷ്ടനായ ഒരാളാണല്ലോ ക്ഷേത്രത്തിലും പരിസരത്തും ഒക്കെ ഉള്ളത്. പിന്നെ എങ്ങനെ ശുദ്ധികലശം ആടി മുളയിട്ട് കൊടി കയറും? ആകെ വിഷമമായല്ലോ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് കഴിച്ചു കൂട്ടി. എന്നും തന്നെ പൂജിക്കുന്ന ആ സാധുവിൻ്റെ സങ്കടം ഭഗവാൻ അറിയാണ്ട് വരില്ലല്ലോ. പിറ്റേ ദിവസവും രാത്രി ഉപ്പൂറ്റൻ തീർത്ഥക്കുളത്തിൽ ഇറങ്ങി പരിപാടി ആരംഭിച്ചു. അന്ന് കിട്ടിയത് പൊരുക്ക് എന്ന് പറഞ്ഞൊരു മത്സ്യത്തെയായിരുന്നു. അവർ ഇണ ചേർന്ന് ജീവിക്കുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ആ മത്സ്യങ്ങളുടെ ചിറകിന് നല്ല മൂർച്ചയാണ്. ഒന്നിനെ അത് പിടിച്ചു. അടുത്തതിനെ കിട്ടാനായിട്ട് ആ മീനിനെ വായിലിട്ടിട്ട് വെള്ളത്തിനടി പോയത് ഉപ്പൂറ്റൻ. അങ്ങനെ മീൻ വഴുതി അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അയാൾക്ക് ശ്വാസം മുട്ടി വെപ്രാളപ്പെട്ട് കരയിലേക്ക് കയറി. മത്സ്യത്തിൻ്റെ മൂർച്ചയേറിയ ചിറകുകൾ അയാളുടെ അന്നനാളത്തെയും കുടലിനെയൊക്കെ കീറി മുറിച്ച് അയാൾ ക്ഷേത്രക്കുളത്തിൽ വീണ് മരിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പൂജാരിയെ അധിക്ഷേപിച്ചതിന് ഗുരുവായൂരപ്പൻ കൊടുത്ത ശിക്ഷയാണത്. ആ സംഭവത്തിന് ശേഷം കുളത്തിന് കാവലൊക്കെ ഏർപ്പെടുത്തി. ലോകരക്ഷയ്ക്കായിട്ട് മത്സ്യാവതാരം എടുത്ത ഭഗവാൻ ഒരു ദുഷ്ട നിഗ്രഹത്തിനായിട്ട് ഒന്നും കൂടെ അവതരിച്ചതാവാം.